ഓം ശാന്തി. കഴിഞ്ഞ ആഗസ്റ്റ് 1 മീൻസ് ഈ മാസം ആഗസ്റ്റ് 1 പരമാത്മ മഹാവാക്യത്തില് ഭഗവാൻ തന്നതായിരിക്കുന്ന മഹത്തായ ഒരു ഗൈഡൻസ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശ്വരന്റെ മഹാവാക്യങ്ങള് നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാജിക്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ ഗോഡ് ഓഫ് മിറക്കിൾസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കമാൽ കർണേവാല എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന, ആനന്ദത്തിൽ ആറാടി ജീവിക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ഇന്നത്തെ ആ മഹാവാക്യം ആഗസ്റ്റ് 1 കേട്ട നിമിഷം അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്, എങ്ങനെയും ഈ കാര്യത്തെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണമെന്ന്. അതിൽ ഈശ്വരൻ പറഞ്ഞതായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും സഫലമായിരിക്കുന്ന, ശക്തമായിരിക്കുന്ന സമ്പത്താണ് യഥാർത്ഥത്തിൽ സങ്കല്പം എന്ന് പറയുന്നത്. സങ്കല്പവും സമയവും അത് വലിയ രണ്ട് ശക്തികളാണ്. അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് തരുന്നതായിരിക്കുന്ന ഗുണങ്ങള്, ഈശ്വരന്റെ അതുപോലുള്ള രചനയാണ് മനുഷ്യൻ എന്ന് എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും വിശ്വസിക്കാറുണ്ട്. ലോകത്തെല്ലാ മനുഷ്യന്മാരും ശാന്തിക്ക് വേണ്ടി ഭഗവാനോടാണ് യാചിക്കാറ്. ഇവരാരും സ്നേഹിക്കാൻ ഇല്ലാതാവുന്ന നിമിഷം പലരും പറഞ്ഞ് കരയാറുണ്ട്, ഭഗവാനെ എനിക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന്. സത്യത്തിൽ ഇത് കരഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല. എന്നോട് സങ്കടം പറയുന്ന പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ, സിസ്റ്ററെ ഞാൻ ആരും ഇല്ലാത്ത ആളാ, ഈശ്വരൻ മാത്രമുള്ള ആളാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ സങ്കടത്തോടെ പറയുന്നത്? സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണ്, എൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന്. ഈശ്വരനെ ഉള്ളൂ എന്നല്ല പറയുന്നത്, എൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന്. എന്തുകൊണ്ടാണ്? ഭഗവാൻ എല്ലാ ഗുണങ്ങളുടെയും സാഗരല്ലേ, ശാന്തി സാഗരനും സ്നേഹസാഗരനും സർവശക്തനുമാണ്. ഭഗവാൻ തന്റെ സമ്പത്തായിക്കൊണ്ട്, ഒരച്ഛൻ എങ്ങനെ മക്കൾക്ക് സമ്പത്ത് നൽകുന്നു അതുപോലെ തന്നെ തന്റെ സർവ്വസമ്പത്തുകളും സർവശക്തികളും സർവ്വഗുണങ്ങളും